ഗസയിൽ വെടിനിർത്തലിനായി ഏറെ പ്രതീക്ഷയോടെ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ഇസ്രയേലിനെതിരെയുള്ള തിരിച്ചടിയിൽ കാലതാമസം ഉണ്ടാകൂ എന്നാണ് ഇറാൻ കേന്ദ്രങ്ങൾ പറയുന്നത്. മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാന്റെ മണ്ണിൽ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയിൽ നിന്ന് ഒരു കാരണവശാലും പിൻവാങ്ങില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇത് വലിച്ചു നീട്ടി ഇസ്രയേൽ വീണ്ടും ബലപേശൽ തന്ത്രങ്ങളിലൂടെ ഈ ചർച്ചകളൊക്കെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്താൽ ഹിസ്ബുള്ള ഗ്രൂപ്പിനെയും കൂടെ കൂട്ടി നേരിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് എന്നാൽ എന്തുമാത്രം സമയം നൽകുമെന്ന് ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുമില്ല. എന്നാൽ ഇറാനുമായുള്ള ഈ വിഷയത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആഴത്തിലുള്ള ചർച്ചകൾ മറ്റൊരു വശത്ത് നടത്തുന്നുമുണ്ട്. ഇറാനെ തണുപ്പിക്കുവാനും അതുപോലെ ഈ സംഘർഷം ലഘൂകരിക്കുവാനും അമേരിക്ക സഖ്യകക്ഷികളുടെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ്രയേലിനുള്ള $20 ബില്യൺ ആയുധ പാക്കേജിന് ഇന്ന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. $18 ബില്യൺ മതിപ്പ് വിലയുള്ള 50 F-15 ഫൈറ്റർ ജെറ്റുകൾ ഈ പാക്കേജിലുണ്ടെന്ന് ഓർക്കണം. ഇസ്രയേലുമായിട്ടുള്ള അമേരിക്കയുടെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ആയുധ കച്ചവടമാണ് ഈ ഫൈറ്റർ ജെറ്റുകളുമായി ബന്ധപ്പെട്ടുള്ളത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.